വെൽക്കം ടു ക്യാമസേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്റ്റൻറ്റ് ഡിഗ്രിയെ കുറിച്ചാണ്. ഡിസ്റ്റൻറ്റ് ഡിഗ്രി നമുക്ക് എല്ലാവർക്കും അറിയാം, 3 വർഷമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്യുന്നു. നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് മാത്രമായിരിക്കും കിട്ടുന്നത്, ക്ലാസ്സസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ സ്വന്തമായി പഠിക്കണം. എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കും, അവിടെ പോയി എക്സാം എഴുതുക, പാസ്സാവുക. ഇതാണ് ഡിസ്റ്റൻറ്റ് ഡിഗ്രിയുടെ ഒരു മോഡ് ഓഫ് സ്റ്റഡി. ഡിസ്റ്റൻറ്റ് ഡിഗ്രി ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ഈ ഒരു ഡിഗ്രി വാല്യൂ ഉള്ളതാണോ, അതുപോലെ തന്നെ ഏത് യൂണിവേഴ്സിറ്റിയെ ചൂസ് ചെയ്യണം, അതുപോലെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, ഹയർ സ്റ്റഡീസിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സുകൾ ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയാനുള്ളത്, UGCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് ഡിസ്റ്റൻറ്റ് ഡിഗ്രിക്ക് അംഗീകാരമുള്ളത്, അതുപോലെ ഏതൊക്കെ കോഴ്സസിനാണ് അംഗീകാരമുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. അതുകൊണ്ട് ഡിസ്റ്റൻറ്റ് ഡിഗ്രി ചൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിനൊക്കെ അംഗീകാരമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾക്ക് ചില സ്ഥലപരിമിതികളുണ്ട്. സോ ഈ ഒരു പരിമിതിക്കുള്ളിൽ മാത്രമേ ഇവർക്ക് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള അനുമതിയുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മുൻപ് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ കൊടുത്തിരുന്ന പല യൂണിവേഴ്സിറ്റികൾക്ക് ഇവിടെ ഇപ്പോൾ അനുമതി നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനായിട്ട് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ കേരളത്തിൽ അപ്രൂവ്ഡ് ഉള്ളതായിട്ടാണോ എന്നുള്ളത് നോക്കി ഉറപ്പുവരുത്തുക. ഇനി ഡിസ്റ്റൻറ്റ് ഡിഗ്രി ചെയ്യാൻ പറ്റിയ നല്ല യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് IGNOU ആണ്. കാരണം ഇതൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിലിരുന്നോ, കർണാടകയിലിരുന്നോ, തമിഴ്നാട്ടിലിരുന്നോ, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഡിസ്റ്റൻറ്റ് ഡിഗ്രിയുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയുവാണെങ്കിൽ, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലോട്ട് ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ, ഞാൻ മുൻപൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിരുന്നു, ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷന് ക്രെഡിറ്റ് പോയിന്റ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ പല വിദേശ രാജ്യങ്ങളും ഇവരെ ഡിഗ്രി ആയിട്ട് അംഗീകരിക്കാറില്ല. അതായത് ഡിഗ്രിക്ക് മിനിമം 126 ക്രെഡിറ്റ് പോയിന്റ്സും PGക്ക് 90 ക്രെഡിറ്റ് പോയിന്റ്സും ഉണ്ടെങ്കിൽ മാത്രമേ പല വിദേശ രാജ്യങ്ങളും ഇവരെ ഡിഗ്രി ക്വാളിഫയേഴ്സ് ആയിട്ടും PG ക്വാളിഫയേഴ്സുമായിട്ട് അംഗീകരിക്കുകയുള്ളൂ. ഇപ്പം ഡിസ്റ്റൻറ്റ് ഡിഗ്രി കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിഗ്രിക്ക് 90 മുതൽ 100 ക്രെഡിറ്റ് പോയിന്റ്സ് വരെ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ PGയുടെ കാര്യമാണെങ്കിൽ അവർക്ക് 40 മുതൽ 50 ക്രെഡിറ്റ് പോയിന്റ്സ് വരെ കിട്ടുന്നുള്ളൂ. സോ വിദേശ രാജ്യങ്ങളിലോട്ട് ജോലിക്ക് ശ്രമിക്കുമ്പോൾ ഈ ക്രെഡിറ്റ് പോയിന്റ്സിൻ്റെ ഇഷ്യൂ കാരണം ഇവർക്ക് ക്വാളിഫിക്കേഷൻ്റെ ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഗവൺമെൻറ് സെക്ടേഴ്സിലോട്ടുള്ള എക്സാംസിൻ്റെ കാര്യം നോക്കുമ്പോൾ ചില സെക്ഷൻസിലോട്ടുള്ള PSC എക്സാമിന് ഡിസ്റ്റൻറ്റ് ഡിഗ്രിക്കാരെ അംഗീകരിക്കുന്നില്ല. ഇനി പ്രൈവറ്റ് സെക്ടേഴ്സിലോട്ട് ജോലിക്ക് ശ്രമിക്കുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുന്നതായിട്ട് കണ്ടിട്ടില്ല. എന്നാൽ പോലും ചില ഹയർ പൊസിഷനിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ടെക്നിക്കൽ പോസ്റ്റിലോട്ടൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നതെങ്കിൽ ഇവരുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാതെ വരുന്നതായിട്ടും അതുപോലെ ഇക്വലൻസി ആവശ്യമായിട്ട് വരുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. സോ നിങ്ങളുടെ പർപ്പസ് മനസ്സിലാക്കി മാത്രമേ ഈ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷന് ജോയിൻ ചെയ്യാവുള്ളൂ. അതായത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനുമൊക്കെ ഈ ഒരു ഡിഗ്രി വാലിഡ് ആകുമോ എന്നുള്ളത് അന്വേഷിച്ച് ഉറപ്പുവരുത്തി മാത്രമേ നിങ്ങൾ ഈ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷന് ജോയിൻ ചെയ്യാവൂ. അല്ലെങ്കിൽ പിന്നെ എല്ലാ അപ്രൂവലും ഉള്ളൊരു ഡിഗ്രി വേണം, പക്ഷേ റെഗുലറായി കോളേജിൽ പോയി ഡിഗ്രി പഠിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല. ഇങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ ഓൺലൈൻ ഡിഗ്രിയാണ്. ഓൺലൈൻ ഡിഗ്രി ആകുമ്പോൾ നിങ്ങൾക്ക് ഈ വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ ഈ ക്വാളിഫിക്കേഷൻ്റെ ഇഷ്യൂ വരുന്നില്ല. കാരണം റെഗുലർ ഡിഗ്രിക്കാർക്ക് കിട്ടുന്ന 132 ക്രെഡിറ്റ് പോയിന്റ്സ് ഓൺലൈൻ ഡിഗ്രിക്കാർ കിട്ടുന്നുണ്ട്. ഇപ്പോൾ PG ആണെങ്കിലും റെഗുലർ PGക്കാർക്ക് കിട്ടുന്ന 90 ക്രെഡിറ്റ് പോയിന്റ്സ് ഓൺലൈൻ PGക്കാർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലോട്ട് പോകുമ്പം ഈ ഒരു ഇഷ്യൂസ് വരുന്നില്ല. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ഓൺലൈനിൽ ക്ലാസ്സസും കിട്ടും. ഇപ്പം നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ഓൺലൈൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത് അതേ യൂണിവേഴ്സിറ്റിയിലെ റെഗുലർ ഡിഗ്രി സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്ന ലെക്ചേഴ്സ് തന്നെ ആയിരിക്കും ഓൺലൈനായിട്ട് ഓൺലൈൻ ഡിഗ്രി സ്റ്റുഡൻസിനും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ബുക്സും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഡിസ്റ്റൻറ്റ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത പല സ്റ്റുഡൻസിൻ്റെയും ഭാഗത്തു നിന്ന് പലപ്പോഴായി കേൾക്കാറുള്ള ഒരു വലിയ കംപ്ലൈൻ്റ് ആണ് സ്റ്റഡി മെറ്റീരിയൽസ് ഇവർക്ക് ടൈമിൽ കിട്ടാറില്ല എന്നുള്ളത്. അതുപോലെ തന്നെ എക്സാമിൻ്റെ ലാഗും. ഈ ഒരു ബുദ്ധിമുട്ടൊന്നും ഓൺലൈൻ ഡിഗ്രി ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് വരില്ല. കാരണം ഇവർക്ക് പ്രോപ്പറായിട്ട് ബുക്സ് ലഭിക്കും. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഇവർക്ക് ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ എക്സാം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് വേണമെങ്കിലും എക്സാം എഴുതാനും സാധിക്കും. ഈ ഡിസ്റ്റൻറ്റ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന കൂടുതലും സ്റ്റുഡൻസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവർ എക്സാം സെൻറ്ററിൽ പോയി എക്സാം എഴുതണം എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ നാട്ടിലില്ലാത്തവരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സാം എഴുതാൻ പോകാതെ വരുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ ഡിഗ്രി ആകുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. അവരെവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നവർക്ക് ഓൺലൈനായിട്ട് എക്സാം എഴുതി പാസ്സാവാൻ പറ്റും. ഇത് ഓൺലൈൻ ഡിഗ്രിയുടെ ഒരു വലിയ ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ ഓൺലൈൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തൊരു സ്റ്റുഡൻറ്റിന് ഗവൺമെൻറ് അതായത് PSC എക്സാംസ് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NIRF നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിംഗ് ഫ്രെയിംവർക്കിൻ്റെ ആദ്യത്തെ 100 റാങ്ക് ലിസ്റ്റിനുള്ളിൽ വരുന്ന ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻറ്റിന്
ഇന്ത്യയിലെ ഏത് PSC UPSC എക്സാംസിനും അവർ എലിജിബിൾ ആണ്. സോ റെഗുലറായി കോളേജിൽ പോയി ഡിഗ്രി ചെയ്യാൻ സാഹചര്യം ഇല്ലാത്തവർക്ക് എല്ലാ അപ്രൂവലും ഉള്ളൊരു ഡിഗ്രി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻറ്റ് ഡിഗ്രിയെക്കാട്ടിയും ബെറ്റർ ഓപ്ഷനാണ് ഓൺലൈൻ ഡിഗ്രി. ഓൺലൈൻ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന ഏകദേശം ഒരു 167ഓളം യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. NAC 3.26 ഔട്ട് ഓഫ് 4 എങ്കിലുമുള്ള യൂണിവേഴ്സിറ്റികൾക്ക് UGC ഓൺലൈൻ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യാനുള്ള അനുമതിയും കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഓൺലൈൻ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളെ കുറിച്ച് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.